സംസ്ഥാനത്തിന്റെ കനത്ത മഴ തുടരുകയാണ്. വടക്കൻ ജില്ലകളിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂരും കാസർഗോഡും ഒക്കെ റെഡ് അലർട്ടാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമുണ്ട്. അഞ്ജു ജയപ്രകാശ് തിരുവനന്തപുരത്തും ചേരുന്നുണ്ട്. അഞ്ജു നൽകും ഇന്നത്തെ മുഴുവൻ ഒരു കാലാവസ്ഥ എങ്ങനെയാണ് എന്നുള്ളൊരു വിവരം. അഞ്ജു, ഗുഡ് മോർണിംഗ്. രണ്ടിടത്ത് റെഡ് അലർട്ടും മറ്റിടത്ത് ഓറഞ്ച് അലർട്ടും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല മധ്യ കേരളത്തിൽ മഴയ്ക്ക് നേരിയ ശമനവുമുണ്ട്. എങ്ങനെയാണ് ഇന്നത്തെ പൊതുവിലെ ഒരു മഴ അന്തരീക്ഷം? നമ്മൾ ഈ ഏതെങ്കിലും ഭയപ്പെടേണ്ട സാഹചര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന ഏറ്റവും പുതിയ മുന്നറിയിപ്പുകളൊക്കെ എങ്ങനെയാണ് അഞ്ജു? സേതു, വടക്കേ ഇന്ത്യയിൽ മാത്രമല്ല വടക്കൻ കേരളത്തിലും മഴ കനത്ത് തന്നെ പെയ്യുകയാണ്. 2 ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉള്ളത്. അത് കണ്ണൂരും കാസർഗോഡുമാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും നൽകിയിട്ടുണ്ട്. ഈ 2 ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന നിർദ്ദേശം ഈ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇറങ്ങരുത് എന്ന നിർദ്ദേശം കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് 1.2 മീറ്റർ മുതൽ 1.8 മീറ്റർ വരെ ഉയരത്തിലുള്ള തിരമാലയും 45 കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റ് വീശാനും സാധ്യതയുണ്ട്. അതിനാൽ ഈ തീരദേശ വാസികളോടൊക്കെ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല മലയോര മേഖലകളിൽ ഉള്ള ആളുകൾക്കും സമാനമായിട്ടുള്ള ജാഗ്രത മുന്നറിയിപ്പ് തന്നെ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ കനത്ത അതിതീവ്ര മഴ തുടരുന്ന ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട്. അതായത് തൃശ്ശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ തൃശ്ശൂരും കാസർഗോഡും പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കാണ് അവധിയുള്ളത്. അതേസമയം കണ്ണൂരിൽ സ്കൂളുകൾക്ക് മാത്രമാണ് അവധി ബാധകമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ അതായത് എറണാകുളം ഉൾപ്പെടെയുള്ള മറ്റ് മധ്യ മേഖല, അതായത് മധ്യ കേരളത്തിലെ സ്ഥിതി, അവിടെ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. പക്ഷെ പലയിടങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ എറണാകുളത്തും തൃശ്ശൂരും ഒക്കെ കണ്ടതാണ്. വെള്ളക്കെട്ട് രൂപപ്പെട്ട അവസ്ഥയും ആളുകളുടെയൊക്കെ സ്ഥിതിയും ഒക്കെ നമ്മൾ കണ്ടതാണ്. സമാനമായിട്ടാണ് അവസ്ഥ തുടരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വടക്കൻ ജില്ലകളിൽ മഴ കനത്ത് പെയ്യുകയാണ്. മലയോര മേഖലകളിലുമൊക്കെ ഇടവിട്ടുള്ള ശക്തമായ മഴ തുടരുന്നുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. പക്ഷേ തിരുവനന്തപുരത്ത് സ്ഥിതി വ്യത്യസ്തമാണ്. സേതു, ദൃശ്യങ്ങളിൽ ഒരുപക്ഷെ കാണാം എനിക്ക് പുറകിലൊക്കെ. ഇവിടെ മഴ ഒക്കെ മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണുള്ളത്. പ്രത്യേകിച്ച് നഗര മേഖലകളിലൊന്നും മഴ ഒട്ടുമില്ല. അത്തരത്തിലൊരു സ്ഥിതിയാണ് നിലവിൽ കേരളത്തിലെ കാലാവസ്ഥ മുന്നറിയിപ്പും അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും. ഓക്കെ അഞ്ജു, വ്യക്തമാണ്. ഞാൻ അഞ്ജുവിലേക്ക് എത്താം. ഇപ്പോൾ